ഗുഡ് മോർണിംഗ്. ഏത് മൂഡ്? ക്രിസ്മസ് മൂഡ്. ഡിസംബർ 1 ആയല്ലേ? നക്ഷത്രങ്ങൾ, ഡെക്കറേഷനുകൾ. അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ കേക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റെസിപ്പി യൂട്യൂബിൽ തപ്പുന്ന തിരക്കില്ല. ചിലരൊക്കെ വീട് റീപെയിന്റ് ചെയ്യാൻ ആരംഭിച്ചു. അമ്മച്ചിമാര് ഏണിയും കൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോവുക. എന്നാത്തിനാ? ആ പൊക്കത്ത് വെച്ചിരിക്കുന്ന പഴയ കൽഭരണി ഒന്ന് താഴെ ഇറക്കി നല്ലവണ്ണം കഴുകി. മിക്കവാറും എല്ലാ ക്രിസ്ത്യൻ വീടുകളുടെ മുൻപിൽ ഇന്ന് ഡിസംബർ 1 ഒരു കൽഭരണി വെയിലത്തിരുന്ന് ഉണങ്ങുന്നത് കാണാം. ഇന്ന് മുതൽ പള്ളിയിലെ പ്രസംഗത്തിന്റെ വിഷയം യേശു, ഉണ്ണിയേശു ഈ ക്രിസ്മസിന് നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കണം. വൈബ് മാറി. നമ്മുടെ കത്തോലിക്കര് തിരിച്ചൊന്ന് ചോദിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്തത് കൊണ്ട് പ്രസംഗിക്കുന്ന അച്ഛന്മാരും സേഫ് സൈഡിൽ തന്നെയാ. അവരതേ പ്രസംഗം തന്നെ ഈ വർഷവും ആവർത്തിച്ചു പറയും. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം. 98ഉം 80ഉം വയസ്സുള്ള അച്ചായന്മാരും അമ്മച്ചിമാരും മുതൽ ഇടവകയിലെ കൊച്ചു കുട്ടികൾ വരെ ക്രിസ്മസിന് ഉണ്ണിയെ ഹൃദയത്തിൽ ജനിപ്പിക്കാനുള്ള പുൽക്കൂട്, കുട്ടിയുടുപ്പ്, സോക്സ്, തൊപ്പി, തൊട്ടിൽ എക്സെട്ര ഉണ്ടാക്കാനായിട്ടുള്ള നോമ്പും ഉപവാസവും പുണ്യപ്രവർത്തികളും തുടങ്ങിക്കഴിഞ്ഞു. ഹോപ്പ്. എന്താണ് ഹോപ്പ്? ഉണ്ണിയേശു ഹൃദയത്തിൽ ജനിക്കണം. നമ്മുടെ കത്തോലിക്കർക്ക് ഒരു പ്രത്യേകതയുണ്ട്, തിരിച്ചൊന്നും ചോദിക്കത്തില്ല. 80 വയസ്സുള്ള അമ്മച്ചി ഒന്ന് എഴുന്നേറ്റ് ചോദിച്ചാൽ മതി, അതെന്നാ വർത്താനം അച്ചു? 80 വർഷമായിട്ടും എൻ്റെ ഉള്ളിൽ ജനിക്കാത്ത ഉണ്ണിയാണോ ഇനി ഈ ക്രിസ്മസിന് ജനിക്കാൻ പോകുന്നത്? അവിടം കൊണ്ട് ഈ പ്രസംഗത്തിന്റെ കാമ്പ് തീരും. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചോദിക്കത്തില്ല, തിരിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. എൻ്റെ ഹൃദയത്തിൽ എന്നാണ് യേശു ജനിച്ചത്? ആ യേശുവിനെ വർഷാവർഷം ജനിപ്പിക്കുന്നതാണോ ക്രിസ്മസ്? അല്ല. അപ്പൊ അച്ഛൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതുമില്ല. എന്താണ് ക്രിസ്മസ് മുതൽ ഈ നവംബർ അവസാനത്തെ ആഴ്ച വരെയും നമ്മൾ ആഘോഷിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. നമുക്കതിന് ഉത്തരവുണ്ട്. സഭയ്ക്ക് തെറ്റുപറ്റിയതല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് തെറ്റുപറ്റിയതാ. പ്രസംഗിക്കുന്നതിൽ തെറ്റുപറ്റിയ, പ്രസംഗിക്കുന്ന രീതിക്ക് ഒരു ചേഞ്ചും ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചതാ. അങ്ങനല്ല. ഓരോ ക്രിസ്മസിനും അല്ലെങ്കിൽ ഓരോ ഡിസംബർ 1 അല്ലെങ്കിൽ ആഗമന കാലം തുടങ്ങുന്നത് മുതൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നത് വരെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ലിറ്റർജിയിൽ യേശുക്രിസ്തുവിൻ്റെ മംഗളവാർത്ത, യേശുക്രിസ്തു ജനിക്കുമെന്നുള്ള മംഗളവാർത്ത മാതാവ് കേൾക്കുന്നത് മുതൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെയും മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുമുള്ള സംഭവങ്ങൾ നമ്മുടെ ലിറ്റർജിയിൽ ആഘോഷിക്കപ്പെടുന്നതാണ് ഈ രീതികൾ. ക്രിസ്മസ് ആയിട്ടും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനുള്ള, അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മത്തായി സുവിശേഷം തുടങ്ങി വെളിപാട് വരെയുള്ള 27 പുസ്തകങ്ങൾ ഒരു വർഷം കൊണ്ട് നമ്മൾ ധ്യാനിക്കുകയും അതിലെ രക്ഷാകര സംഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒരു വർഷം കൊണ്ട് ആരാധനാക്രമത്തിൽ ലിറ്റർജിക്കൽ കലണ്ടറിൽ നമ്മൾ ധ്യാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ അഡ്വെന്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും മംഗളവാർത്തയെക്കുറിച്ച് ധ്യാനിക്കുന്നു, പിന്നീട് സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു, പിന്നീട് ക്രിസ്മസിന് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, അതിനെ തുടർന്ന് ദേവാലയത്തിലെ സമർപ്പണം, പിന്നെ എപ്പിഫാനി, മാഗികളുടെ സന്ദർശനം, ജ്ഞാനികളുടെ സന്ദർശനവും അവർ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന സംഭവവും നമ്മൾ ധ്യാനിക്കുന്നു. അതിനുശേഷം യേശുവിൻ്റെ മാമോദീസ, പിന്നെ ഓർഡിനറി ടൈം എന്നാണ് ആരാധനാക്രമ വത്സരത്തിൽ നമ്മൾ പറയുന്നത്. അവിടെ യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങൾ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ, ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന, ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും അടങ്ങിയ യേശുവിൻ്റെ ജീവിതത്തെ ഓർഡിനറി ടൈമിൽ നമ്മൾ ധ്യാനിക്കുന്നു.
അതിനുശേഷം നോമ്പ് കാലം തുടങ്ങുന്നതോടുകൂടി, അല്ലെങ്കിൽ നോമ്പ് കാലത്തിൽ യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിനെ, ഓശാനയെ നമ്മൾ ധ്യാനിക്കുന്നു. അതിനുശേഷം അന്ത്യ അത്താഴത്തെ ധ്യാനിക്കുന്നു. കുർബാന സ്ഥാപനവും പൗരോഹിത്യത്തിന്റെ സ്ഥാപനവും, അതായത് നാം ഇനി രാജകീയ പുരോഹിതന്മാർ എന്ന ഗണത്തിലേക്ക് ഉയർന്നതിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ സഭ നമുക്ക് ഓരോരുത്തർക്കും തരികയാണ്. അപ്പൊ എങ്ങനെയാ ജീവിക്കേണ്ടതെന്നുള്ളത് പഠിപ്പിക്കുക കേട്ടോ. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ പീഡാസഹനം, യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരമയാഗം, അതായത് ഗുഡ് ഫ്രൈഡേ നമ്മൾ ധ്യാനിക്കുന്നു. 3-ാം ദിവസം ഉദ്ധിതനായ ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും തകർത്ത, പാപത്തിന്റെ ശമ്പളമായ മരണത്തെയും തകർത്തെഴുന്നേറ്റ് റിസറക്ഷൻ സൺഡേയെ നമ്മൾ ധ്യാനിക്കുന്നു. അതായത് ഒരു പുതുജീവിതത്തിന്റെ ആരംഭം. ക്രിസ്ത്യാനി പാപത്തിൽ മരിച്ച് പുതുജീവിതം, ബോൺ അഗെയിൻ അനുഭവത്തിൽ ജീവിക്കണം എന്നുള്ളതിന്റെ സൂചന ജനങ്ങൾക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ഈസ്റ്റർ സൺഡേയും. അതിനുശേഷം നമ്മൾ അസെൻഷൻ ധ്യാനിക്കുന്നു, സ്വർഗാരോഹണം, കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയതിനെ ധ്യാനിക്കുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പെന്തക്കോസ്ത്, സഭ ഭൂമിയിൽ ജനിച്ച ദിവസത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. പിന്നീട് അപ്പോസ്തല പ്രവർത്തികളിലേക്ക്, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളിലൂടെ തുടർന്ന സഭ ഇന്ന് വരെയും വളർന്നു നിൽക്കുന്ന ആ സാഹചര്യങ്ങളെ പഴയ നിയമത്തിലെ ലേഖനങ്ങളിലൂടെയും അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെയും വായനയിലൂടെയൊക്കെ നമ്മളത് ഒന്ന് റീകളക്ട് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കണം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ദൈവരാജ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് സഭ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന സമയങ്ങൾ. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് ക്രൈസ്റ്റ് ദ കിങ് സൺഡേ, അതായത് എൻ്റെ ഹൃദയത്തിൽ ഇപ്പൊ രാജാവായി വാഴുന്ന യേശുക്രിസ്തു മേഘങ്ങളിൽ വീണ്ടും വരും എന്നുള്ള പ്രത്യാശയോടുകൂടി ഒരു വർഷത്തെ യേശുക്രിസ്തുവിന്റെ ജീവിത സംഭവങ്ങളെ ധ്യാനിച്ച് ക്രൈസ്റ്റ് ദ കിങ് സൺഡേയിൽ നമ്മൾ ആ ലിറ്റർജിക്കൽ ഇയർ അവസാനിപ്പിക്കുന്നു. കാരണം അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് ശിഷ്യന്മാർ കണ്ണും മിഴിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേക്കും മാലാഖമാര് വന്നിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ ഗലീലിയരെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളിൽ നിന്ന് കയറിപ്പോകുന്നവനായി നിങ്ങൾ കണ്ട യേശുക്രിസ്തു കയറിപ്പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരും. അപ്പൊ അവന്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ സഭ തൻ്റെ മക്കൾക്ക് നൽകിക്കൊണ്ട് ഒരു വർഷത്തെ ലിറ്റർജിക്കൽ കലണ്ടർ അവസാനിക്കുന്നു. ഇത്രയെങ്കിലും പറയാൻ നമ്മൾക്ക് അറിയത്തില്ല എങ്കിൽ ഇനിയും മറ്റ് സഭാവിശ്വാസികൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത വിശ്വാസികൾ നമ്മളോട് പറയും, എല്ലാ വർഷവും നിങ്ങൾ ക്രിസ്തുവിനെ, ഉണ്ണി ഈശോയെ പുൽക്കൂട്ടിൽ ജനിപ്പിക്കുന്നു, പിന്നീട് വളർത്തുന്നു, പിന്നീട് ദുഃഖവെള്ളിയാഴ്ച വഴിയെ കൂടെ നടന്ന് നെഞ്ചത്തിടിച്ച് കരഞ്ഞ് കുരിശിന്റെ വഴി ചൊല്ലി കൊല്ലുന്നു, പിന്നീട് ഉയർപ്പിക്കുന്നു, പിന്നീട് അടുത്ത വർഷവും. നമ്മുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളിത് മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ക്രിസ്മസിന്, ഈ അഡ്വന്റ് ആരംഭിക്കുമ്പോഴത്തേക്കും എന്താണ് ഈ ലിറ്റർജിക്കൽ കലണ്ടറിന്റെ ആഘോഷം എന്നുള്ളതെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ഒരു ചാൻസ് നമുക്ക് ഉപകരിക്കാം. അങ്ങനെ യേശുക്രിസ്തു, എൻ്റെ ഹൃദയത്തിൽ ജനിച്ച യേശുക്രിസ്തു മാമോദീസായുടെ സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിവായ സമയത്ത്, അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ജനിച്ച യേശുക്രിസ്തു എന്തോരം വളർന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കുഞ്ഞുവാവയായിട്ട്, ഉണ്ണിയായിട്ട് പുതപ്പിച്ച് കിടത്തിയേക്കുന്ന പരുവത്തിലാണോ വിശ്വാസം? അതോ യേശുക്രിസ്തു എന്നിൽ വളർന്ന് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അവന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാനായിട്ട് നമ്മൾ അവനൊപ്പം വളർന്നോ എന്നും കൂടെ ചിന്തിക്കേണ്ടതാണ് ഈ അഡ്വന്റ് സീസൺ. നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു. യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ക്രിസ്മസ് കാലമായിട്ട്